സംസ്ഥാനത്ത് മഴക്കെടുതികളിൽ 5 മരണം, 8 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. എറണാകുളം കണ്ണമാലിയിൽ കടൽക്ഷോഭം രൂക്ഷം. വീടുകളിലടക്കം വെള്ളം കയറിയതോടെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ വള്ളം മറിഞ്ഞ പുല്ലുവിള സ്വദേശി മരിച്ചു. ഒപ്പമുണ്ടായിരുന്നയാളെ കാണാതായി. ആലപ്പുഴ പുന്നപ്രയിൽ മീൻപിടുത്തത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കോട്ടയം കൊല്ലാടിന് സമീപം പാറയ്ക്കൽ കടവിൽ മീൻപിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി 2 പേർ മരിച്ചു. കാസർഗോഡ് പാലക്കുന്ന് പട്ലയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ കാണാതായി. കാസർഗോഡ് മഞ്ചേശ്വരം, പാവൂർ, ഗരുകട്ടെ, മച്ചമ്പാടി, പൊസോട്ട് എന്നീ മേഖലകൾ വെള്ളത്തിനടിയിലായി. നിർത്തിയിട്ട കാറും സ്കൂട്ടറും ഒഴുകിപ്പോയി. മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറി. ചേർക്കളയിലും ചന്ദ്രഗിരിപ്പുഴയ്ക്ക് സമീപവും മണ്ണിടിഞ്ഞു. കോട്ടിക്കുളത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ മരം വീണ ട്രെയിനുകൾ വൈകി. കണ്ണൂരിൽ താവക്കരയിലും പുഴാതിയിലും വെള്ളം കയറി 10ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചെറുപുഴ, തിരുമേനി, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞ വ്യാപക കൃഷിനാശമുണ്ടായി. വളപട്ടണത്ത് മണ്ണിടിഞ്ഞ വീടിന്റെ ഭിത്തി തകർന്നു. താവക്കരയിൽ പ്രതിഷേധവാസികളുടെ പ്രതിഷേധമുണ്ടായി. പത്തനംതിട്ട തിരുമൂലപുരം മേഖലയിൽ വീടുകൾ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഏഴംകുളത്ത് മരം വീണ വീട് തകർന്നു. എറണാകുളത്ത് മരങ്ങൾ വീണ പരക്കെ നാശനഷ്ടം സംഭവിച്ചു. കാണാമാലിയിൽ കടൽക്ഷോഭം രൂക്ഷമായി. ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതി. 5 ദിവസമായി ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അധികാരികളും ഇന്നുവരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ, ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ആരുണ്ട്? ഞങ്ങൾ അന്വേഷിക്കാനും തിരക്കാനും ചോദിക്കാനൊക്കെ ആരുണ്ട്? നമ്മൾ എന്തേലും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാരല്ലേ? കോട്ടയത്ത് 15 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 246 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പലയിടത്തും വെള്ളക്കെട്ട് തുടരുന്നു. കൊല്ലത്ത് വ്യാപകമായ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണു. തങ്കശ്ശേരി, ഏരൂർ, ഭാരതീപുരം, ആലഞ്ചേരി, പാണയം, കുളത്തൂപ്പുഴ, ചോഴിയക്കോട് എന്നിവിടങ്ങളിൽ മരം പിഴുതുവീണ അപകടമുണ്ടായി. പഴയേരൂർ മൂർത്തിക്കാവ് ക്ഷേത്രത്തിന് മുകളിലേക്കും മരം വീണു. തലസ്ഥാനത്ത് നെയ്യാറ്റിങ്കര, കുന്നത്തുകാൽ, വണ്ടന്നൂർ, കഴക്കൂട്ടം, പുല്ലാട്ടുകരി, നെടുമങ്ങാട്, മൂഴി എന്നിവിടങ്ങളിൽ മരം വീണ വീടുകൾ തകർന്നു. കഴക്കൂട്ടത്ത് വീടിന്റെ മേൽക്കൂര പറന്നുപോയി. പേട്ടയിൽ ശിവക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം കടപുഴകി വീണു. വിഴിഞ്ഞത്ത് കടലിൽ പോയ 4 വള്ളങ്ങൾ തിരികെ എത്തിയില്ല. ഇടുക്കി അടിമാലിയുടെ സമീപ പ്രദേശങ്ങളിൽ മരം വീണ വ്യാപക നാശനഷ്ടം. മുള്ളേരിക്കുടിയിൽ അംഗൻവാടി കെട്ടിടത്തിന് മുകളിൽ തെങ്ങ് വീണു. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്ര പൂർണ്ണമായും നിരോധിച്ചു. മഴക്കെടുതിയിൽ KSEBിക്ക് 121 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. ആലപ്പുഴയിൽ കുട്ടനാട്, തോട്ടപ്പള്ളി, പുറക്കാട് മേഖലകളിൽ വീടുകളിലേക്ക് വെള്ളം കയറി. തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നതിലെ അശാസ്ത്രീയതയാണ് വെള്ളക്കെട്ട് തുടരാൻ കാരണമെന്ന പരാതി ഉയർന്നു. എന്നാൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. കോഴിക്കോട് വടകരയിൽ തീരദേശത്ത് വീട് തകർന്നു. മംഗളൂരുവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ സ്ത്രീയും 2ഉം 3ഉം വയസ്സുള്ള കുട്ടികളും മരിച്ചു. പ്രദേശത്ത് മറ്റൊരു വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ 10 വയസ്സുകാരിയും മരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.